തീർച്ചയായും അനുചരന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവർക്കെതിരെ പല രൂപങ്ങളിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ദിക്കപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പ്രവാചകരായ അന്ന് മുതൽക്കാണ്. ആദ്യമായി ഈ സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി സഫ കുന്നിന് മുകളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ വിളിച്ചു വരുത്തുകയും തന്റെ ഗോത്രത്തിലെ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തിയ ആ ഗോത്ര നേതാക്കളോട് ഈ കാര്യം പറയുകയും ചെയ്തപ്പോ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചത് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ അബൂ ലഹബ് തന്നെയാണ്. തബ്ബല്ലക് അലിഹാദ ജമാഅതന, ഇതിനായിരുന്നോ നാശമുണ്ടാകട്ടെ നിനക്ക്, ഇതിനായിരുന്നുവോ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതായിരുന്നു അബൂ ലഹബിന്റെ പ്രതികരണം. അവിടെ നിന്ന് ആരംഭിക്കുന്നു പ്രവാചക നിന്ന. പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇതിന് മറുപടി നൽകുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് തുടങ്ങുന്ന മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല രൂപങ്ങളിൽ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നീചമായ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ശിഷ്യന്മാർ ആ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ നിന്ന് ഒഴിവാക്കി വെച്ചു എന്നല്ലാതെ മറ്റു രൂപങ്ങളിൽ അവർ പ്രതികരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നേർക്കുനേരെ നിന്ദിക്കപ്പെട്ട അവസ്ഥയുണ്ട്. നേർക്കുനേരെ നിന്ദിക്കപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ തായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നപ്പോൾ തായിഫിലെ പ്രയാസകരമായ അനുഭവം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. തായിഫിലെ ഒരൽപ്പം അദ്ദേഹത്തിന് മക്കയിലെ പീഡനങ്ങളിൽ ഒരൽപ്പമെങ്കിലും ആശ്വാസമായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അതേപോലെ തന്നെ പിതൃവ്യനായിരുന്ന അബൂ താലിബിന്റെയും മരണത്തിന് ശേഷം തനിക്ക് ആ ഗോത്രത്തിലുണ്ടായിരുന്ന താങ്ങും തണറും നഷ്ടപ്പെട്ടപ്പോ തന്റെ അടുത്ത ബന്ധുക്കളായ ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടി പോയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക്. സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ നിന്ദിക്കുകയും അപമാനിക്കുകയും ഒപ്പം പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കൾ തായിഫുകാർ ചെയ്തത്. അദ്ദേഹത്തെ എറിഞ്ഞ് അദ്ദേഹത്തിന്റെ കണങ്കാല് പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി. അദ്ദേഹത്തിന് പിന്നിൽ തെണ്ടിപ്പിള്ളേരെ പറഞ്ഞയച്ച് അവർ അദ്ദേഹത്തിനെതിരെ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പിന്നിൽ നടന്ന് കൂവി വിളിച്ചു. എല്ലാ അർത്ഥത്തിലും അപമാനിതനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ളൊരു തോട്ടത്തിൽ വിശ്രമിക്ക വെച്ച സമയത്ത് ഹദീസുകൾ സ്വഹീഹായ ഹദീസുകൾ പഠിപ്പിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു എന്നാണ്. റസൂലുള്ളാഹിയോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ ഈ സമൂഹത്തെ മൊത്തത്തിൽ നശിപ്പിക്കുവാനുള്ള ഓർഡറുമായിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഓർഡർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ സമൂഹത്തിൽ ഒരാളെങ്കിലും എന്നെങ്കിലും ഈ സത്യസന്ദേശം സ്വീകരിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിൽ ഇവരെ നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം അതാണ് എന്നാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. അതേസമയം മദീന കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖലീഫയായി നിലകൊള്ളുമ്പോൾ ആ മദീനയിൽ നിലകൊണ്ടുകൊണ്ട് നേർക്ക് നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം ഒരു രാഷ്ട്രനായകനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വകാര്യമായും ജനങ്ങൾക്കിടയിലും നിന്ദിക്കുകയും അവർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപകീർത്തിജനകമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ റസൂലുള്ള തന്നെ ക്രിമിനൽ നടപടികൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. അത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ രാഷ്ട്രനായകന്റെ നടപടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അവസരങ്ങളിൽ പോലും, അധികാരത്തിന്റെ ഉന്നതമായ സമയങ്ങളിൽ പോലും തന്നെ നിന്ദിക്കുകയും തന്നെ പീഡിപ്പിക്കുകയും ചെയ്തവർക്ക് മാപ്പ് നൽകിയ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മക്ക വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ കഅബാലയത്തിന്റെ മുന്നിൽ സർവായുധ വിഭൂഷിതരായ 10,000 പട്ടാളക്കാർക്ക് നടുവിൽ, ഇസ്ലാമിക സൈന്യത്തിന് നടുവിൽ ആ പട്ടാളക്കാരുടെ നേതാവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്.
അവിടെ മക്കയിലെ മുഴുവൻ ആളുകളും തടിച്ചുകൂടിയിട്ടുണ്ട്. ആളുകളിൽ ആരൊക്കെയുണ്ട്? റസൂലുള്ളാഹിയെ നിന്ദിച്ച ആളുകൾ, അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുടൽമാലകൾ ചാർത്തിയ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 വർഷത്തോളം കാലം പട്ടിണിക്കിട്ട ആളുകൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരമായി നാട്ടിയോടിക്കുവാൻ വേണ്ട രൂപത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചവർ, റസൂലുള്ളാഹി കൊല്ലുവാൻ ഉള്ള പദ്ധതികൾ ഉണ്ടാക്കിയവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയതിനു ശേഷവും അവിടെ ജീവിക്കുവാൻ, അദ്ദേഹത്തിന് ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള അവസരം നൽകാതെ ആ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവർ, ഉഹദ് യുദ്ധത്തിൽ വെച്ച് പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്ന, പ്രവാചകന്റെ പിതൃവ്യനായിരുന്ന, അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്ന വഹ്ശിയെ പോലെയുള്ള ആളുകൾ, അതോടൊപ്പം ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു പിളർന്ന് ആ നെഞ്ചിൽ നിന്ന് കരള് പുറത്തെടുത്ത് കരള് ചവച്ച് തുപ്പി ഇസ്ലാമിനോട് വൈരം പ്രകടിപ്പിച്ച ആളുകൾ, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും മുസ്ലിം സഹാബിമാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യന്മാരുടെയും കണ്ണും കാതുമെല്ലാം ചൂണ്ടെടുക്കുകയും അരിഞ്ഞെടുക്കുകയും ചെയ്ത് അതുകൊണ്ട് മാലയുണ്ടാക്കി അത് കഴുത്തിലണിഞ്ഞ് ഊതിൽ വെച്ച് ആനന്ദ നൃത്തമാടിയ ആളുകൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ ആയുധമുണ്ട്, അവിടെ എല്ലാവരുമുണ്ട്, പ്രവാചകന്റെ 10,000-ഓളം വരുന്ന സൈന്യവുമുണ്ട്, സർവായുധ വിഭൂഷിതരായി. ഇവർ എല്ലാം നഷ്ടപ്പെട്ടവരായി നിൽക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഇതാ എന്നിൽ നിന്ന് എന്ത് നടപടിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവരുടെ മൊത്തത്തിലുള്ള മറുപടി, താങ്കൾ മാന്യനായ മനുഷ്യന്റെ മകൻ, മാന്യത താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയാണ് ചരിത്രത്തിന്റെ തങ്കലിപികൾ രേഖപ്പെടുത്തപ്പെടേണ്ട മറുപടി. ഇതാ നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അധികാരത്തിന്റെ ഉന്നതമായ അവസ്ഥകൾ ഇരിക്കുന്ന സമയത്ത്, പ്രതികാരം ചെയ്യുവാൻ അവസരമുള്ള സമയത്ത് മാപ്പ് കൊടുക്കുന്ന പ്രവാചകനെയാണ് പ്രതികാരമൂർത്തിയായി ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.